മര്യാദക്ക് നീ ഇപ്പൊ നിയമത്തിന് കീഴടങ്ങുന്നതാ നല്ലത്. അല്ലല്ലോ ഇപ്പൊ എവിടെ നിയമമുള്ളത്? നിങ്ങളല്ലേ ലഡ്ഡു സിംഗോ? അത് ശരിയാണല്ലോ. ഇവിടെ ഇപ്പൊ എവിടെ നിയമമുള്ളത്? ആരാണ് ഇവിടെ നിയമം? അത് പറ. ഒന്ന് പുറത്തേക്ക് വന്നേ. എന്നിട്ടിങ്ങനെ വട്ട് കളിപ്പിക്കാതെ ഒന്ന് പുറത്തേക്ക് വന്നേന്ന്. നിയമത്തിനെ പറ്റിക്കുന്ന നിയമക്കാരാ, ഒന്ന് പുറത്തേക്ക് വാ. ഈ ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. വേഗം പുറത്തേക്ക് വന്നോ. നീ എവിടെയാ ഉള്ളത്? എടോ, ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ല. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ അവൻ മണ്ടനാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ലഡ്ഡു സിംഗിനെ മണ്ടനാക്കിന്നോ? ഇല്ല, എന്നെ ഒരിക്കലും അവന് മണ്ടനാക്കാൻ കഴിയില്ല. അവനെ ഞാൻ ഇപ്പൊ തന്നെ പിടിക്കും. മതി അങ്കിൾ, മതിയാക്കൂ. ക്ഷീണിച്ചു പോയി കാണുമല്ലോ. വേഗം നിങ്ങളുടെ മുഖത്തുള്ള മാസ്ക് അഴിച്ച് എന്നിട്ട് വേഗം ജയിലിൽ ചെന്ന് ഒന്ന് വിശ്രമിക്കൂ. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ പ്രിയ തേനീച്ച കൂട്ടുകാരെ, ഇനി എന്നെ വിട്ടേക്കൂ. എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. ഇവനെ കൊടുക്കണം. ഞാൻ കള്ളനല്ല. അല്ല അല്ല അല്ല, എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ കള്ളനല്ലെന്ന്. എനിക്ക് ജാക്കറ്റ് മരത്തിന് താഴെ കിടന്ന് കിട്ടിയതാ. ഇങ്ങനെ തന്നെ എല്ലാ കള്ളന്മാരും പറയാറുള്ളത്. ഒരു കള്ളനും സത്യം പറയാറില്ല. ഞാനാണിത് മോഷ്ടിച്ചതെന്ന്. നിന്നെ പിടിച്ച സമയത്ത് നിന്റെ കയ്യില് കട്ട മുതലുണ്ടായിരുന്നു. മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. നിയമത്തിന് ആവശ്യം തെളിവാണ്. ആ എല്ലാ തെളിവും നിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഓരോരുത്തരോടും ഞാൻ പകരം വീട്ടിയിരിക്കും. ഈ തേനീച്ചകളൊക്കെ എവിടെ നിന്നാ വന്നത്? ഇത് കഴിക്കുന്ന കാട്ടു തേനീച്ചയാ. എന്തവിടെ സംഭവിക്കണേ? ഇത്രയും തേനീച്ചകള് ഇപ്പൊ എവിടുന്നാ വന്നിരിക്കുന്നേ? നിന്നെ തേനീച്ചകളൊക്കെ കടിക്കുകയാണല്ലോ. അതെന്താ നിന്റെ അടുത്ത് മാത്രം വന്നിരിക്കുന്നേ? ഇനി ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാം. സത്യസന്ധനായ ഒരു മനുഷ്യന്റെ മേൽ കള്ളക്കുറ്റം ചുമത്തുന്നത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി തരാം.
എന്നെ കടിക്കല്ലേ, എന്റെ വീട് കടിക്കില്ലേ? ലോക്കപ്പ് തുറക്ക്. പേടാറാം, എടോ പേടാറാം, എന്താ സാറേ? വേഗം ചെന്ന് ലോക്കപ്പ് തുറക്ക്. പെട്ടെന്ന് തുറന്ന അയാളെ വിട്. ഓ, ഈ തേനീച്ചകൾ എന്നെ മുത്തശ്ശി, മുത്തശ്ശി ഇവിടെ ശിവ ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്ത് വേണം? വന്നിരിക്കൂ, ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. ശിവാ, ശിവാ. ഹലോ അങ്കിൾ, നിങ്ങൾ ആരാണ്? എന്ത്? അത് പിന്നെ ഞാൻ ലഡ്ഡു സിംഗ്. ലഡ്ഡു സിംഗ് ആയിരിക്കും പറഞ്ഞയച്ചത്. എന്തായാലും ലഡ്ഡു സിംഗ് വന്നില്ലല്ലോ. ഏത് കാര്യത്തിന് എപ്പോഴും ഈ ശിവയെ വിളിച്ചോണ്ട് പോകും. സ്വയമായിട്ട് ഒന്നും ചെയ്യില്ല. എന്തിനാ വെറുതെ എപ്പോ നോക്കിയാലും ആ പാവം ലഡ്ഡു സിംഗിനെ കുറ്റം പറയുന്നേ? എത്ര നല്ല മനുഷ്യനാ അയാള്. പറഞ്ഞാൽ നഗരം നിശ്ചലമാകും, അത്രയ്ക്ക് കഴിവാ. എന്താ നഗരം നിശ്ചലമാകൂന്നോ? കൊള്ളാലോ. എന്റെ കയ്യിൽ എങ്ങനെ ആ തേനീച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ വെച്ച് നല്ലോണം കുറ്റിച്ചേ. അവിടെ ലഡ്ഡു സിംഗിനെ തേനീച്ചകൾ മുഴുവൻ വന്ന് കടിച്ച് വ്രണമാക്കി. എന്ത്? ലഡ്ഡു സിംഗിനെ തേനീച്ചകൾ കുത്തിയെന്നോ? എവിടെയാ ഇപ്പൊ ലഡ്ഡു സിംഗ്? എവിടെയാ? ഇവിടെ മുത്തശ്ശി, ദാ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ തന്നെയാണ് ലഡ്ഡു സിംഗ്. ലഡ്ഡു സിംഗ് സാറിനെ തേനീച്ചകളൊക്കെ ഇത്രയധികം ആക്രമിച്ചെന്നോ? നിങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലല്ലോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? അവനാണ് ഇതൊക്കെ ചെയ്തത്. ഒരു കള്ളനെ ഞങ്ങൾ രണ്ടാൾ ഓടിച്ച് പിടിച്ച് ജയിലിനകത്ത് ഇട്ടു. അതിനുശേഷം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതാരാ? ഞാൻ കള്ളനാണോ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നിങ്ങളൊക്കെ കള്ളനാക്കിയില്ലേ? ദാ പിടിച്ചോ. നല്ല രസമുണ്ടല്ലേ? ഈ നഗരത്തിലെ ആൾക്കാർ മുഴുവനും എന്നെ കള്ളനാക്കി മാറ്റിയില്ലേ? ഇനി നിങ്ങൾ അനുഭവിച്ചോ. എന്നെ എന്തുമാത്രം അടിച്ചു, ആ വേദന ഇനി നിങ്ങളും അനുഭവിക്കണം. അങ്കിൾ, ഇതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ്. കുട്ടി, മര്യാദക്ക് എന്റെ വഴിയിൽ നിന്ന് മാറ്, അല്ലെങ്കിൽ സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, അവിടുന്ന് ഓടിക്കോ. ആ തേനീച്ച കൂട്ടം കണ്ടില്ലേ നീ? അത് നിന്നെ കടിക്കും. ഓടിക്കോ. വേഗം രക്ഷപ്പെടോ ശിവ, വേഗം. ഇത്തവണ നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള കവചം ഞങ്ങള് രണ്ടാളും ഇട്ടിട്ടുണ്ട്. അതെ അതെ, ഞങ്ങൾ ഉടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഓടിക്കോ സാറേ.
എനിക്ക് തോന്നുന്നത് അയാൾ സത്യമാണ് പറയുന്നെന്നാ. അയാൾ ശരിക്കും കള്ളനല്ല. അയാൾക്ക് ആ ജാക്കറ്റ് വഴിന്നാ കിട്ടിയത്. മോഷ്ടിച്ചത് കണ്ടിട്ടാണ് പിടിച്ചത്, എന്നിട്ട് അവൻ പറയുന്നു കള്ളനല്ലാന്ന്. അയാൾ പറയുന്നത് കേട്ടപ്പോ എനിക്കും തോന്നി. ശരിക്കും പറഞ്ഞാൽ അയാൾ കള്ളനല്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ലഡ്ഡു സിംഗ് സർ, നമുക്ക് ആ സ്ഥലത്തുള്ള CCTV ഫുട്ടേജ് നോക്കാം. ഇതില് കാണുന്ന കള്ളൻ മാസ്ക് ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളുടെ മുഖം ശരിക്കും കാണുന്നേ ഇല്ല. ഒന്ന് നിക്ക്, ഒന്ന് പോസ് ചെയ്തേ. ദാ നോക്ക് ശിവ, ഇയാൾ കമ്മലിട്ടിട്ടുണ്ട്. ആ ഹണിബി മാന്റെ കാതില് കമ്മലില്ലായിരുന്നു. അതെ 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 അതെ, ഈ കമ്മലിട്ടവൻ ആ ബാലി ഗാങ്ങിലത്തെ ആളാണ്. ഇങ്ങനെയുള്ളവർ 2 ചെവിയിലും കമ്മലിടാറുണ്ട്. അതേന്നേ. ഹൈ. അപ്പൊ അതിന്റെ അർത്ഥം തെറ്റ് ചെയ്തത് വേറൊരുത്തനും ശിക്ഷ അനുഭവിക്കുന്നത് ഇയാളുമാണെന്നാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ബാലി ഗാങ്ങിനെ പിടിച്ച് ഈ ഹണിബി മാന്റെ മുന്നിൽ എത്തിക്കണം. അല്ലെങ്കിൽ ഹണിബി മാൻ തേനീച്ചകളെ വിട്ട് എല്ലാ മനുഷ്യരെയും ആക്രമിപ്പിക്കും. ഈ കള്ളനാണ് മോഷ്ടിച്ചിട്ട് കാടിനകത്തേക്ക് ഓടിയത്. അവിടെ വെച്ചാണ് ഹണിബി മാൻ ഇയാളെ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കള്ളന്മാരൊക്കെ ആ കാടിനകത്തായിരിക്കും ഉള്ളത്. ഹലോ ലഡു സിംഗ് സർ, ഇവിടെ ഈ കാടിന്റെ നടുക്കായിട്ട് ഒരു പൊളിഞ്ഞ പഴയ ബിൽഡിംഗ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കള്ളന്മാർ ചിലപ്പോ ആ ബിൽഡിംഗിലായിരിക്കും. നഗരത്തിൽ ആകമാനം ബഹളമാണ്. ഈ ഹണി ബി മാൻ വേദാ നഗരത്തിലുള്ള ജനങ്ങളെയെല്ലാം പേടിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ തേനീച്ചകൾ അവിടെയുള്ള എല്ലാ ജനങ്ങളെയും കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അസ്വസ്ഥതയിലാണ്. ഈ കാണുന്ന ഹണി ബീമാൻ ഭയങ്കര അപകടം പിടിച്ചവനാ. അന്ന് എന്റെ ജാക്കറ്റ് ഇവൻ ഇട്ട് കൊടുത്തിട്ടാ ഞാൻ രക്ഷപ്പെട്ടത് അവിടുന്ന്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കിനി ഈ നഗരത്തിൽ മോഷ്ടിക്കാൻ പറ്റില്ല. ഇനി വേറെ സ്ഥലം നോക്കി പോകേണ്ടി വരുമോ? അങ്കിൾ, ഇനി നിങ്ങൾ എവിടേക്കും പോവേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ജയിലിലേക്ക് മാത്രം പോയാ മതി. ആണോ? അപ്പൊ ഞങ്ങൾ ആര് ജയിലിൽ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകും നിങ്ങളെ. എന്റെ പുറകെ പോലീസുകാരും വരുന്നുണ്ട്. ആ കൊള്ളാം, നിന്നെ ഞാൻ നേരത്തെ കണ്ട കുട്ടിയല്ലേ. ദേ കുട്ടി, മര്യാദക്ക് നീ നിന്റെ പാട് നോക്കി പോയിക്കോ. ഞങ്ങളൊക്കെ അപകടകാരികളാ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. യുഡി, കള്ളന്മാര് നിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവിടെ എല്ലാം റെഡിയാക്കിയിട്ടില്ലേ? ആ, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവരിങ്ങോട്ട് വരട്ടെ. തേനീച്ച വേണ്ട വേണ്ട,
ഇനി എന്നെ തല്ലല്ലേ? എനിക്ക് മതിയായി മതിയായി. ഇനി എനിക്ക് തല്ലു മേടിക്കാൻ വയ്യ. എന്നെ ഇതുവരെ ആരും ഇങ്ങനെ തല്ലിയിട്ടേ ഇല്ല. ഇനി തല്ലല്ലേ. അവിടെ നിക്ക്. വേണ്ട 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 വേണ്ട, നീ ഇപ്പൊ ഒന്നും പറയാൻ നിക്കണ്ട. എന്നോടൊന്നും പറയാൻ നിക്കണ്ടാന്ന്. ദാ കണ്ടില്ലേ, ഈ കള്ളന്മാരൊക്കെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ശിവയാണ് എന്നെ സഹായിച്ചത്. അവൻ കാരനാണ് ഈ കള്ളന്മാരൊക്കെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നത്. ഇവരാണ് ശരിക്കുള്ള കള്ളന്മാര്, നിങ്ങളല്ല. തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഈ നഗരത്തിന് വേണ്ടി തന്നെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സോറി. നോക്കിക്കോ, ഈ കള്ളന്മാർക്ക് ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും. ഹൈ, വേണമെങ്കിൽ നോക്കിക്കോ. നീ ശിക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവർക്കൊക്കെ ശിക്ഷ കൊടുക്കേണ്ടത് നിയമത്തിന്റെ ഒരു കടമയല്ലേ? നിയമമായിരിക്കും ഇവരെ ശിക്ഷിക്കുന്നത്. എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം. ദേ, തേനീച്ചകൾ വരുന്നു. മാറി നിൽക്ക്. ദേ, കുട്ടികളെ, മാറി നിൽക്ക്. അങ്കിൾ മതിയാക്കൂ. ഇവര് ഒരുപാട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാനും സോറി പറയുകയാണ്. എനിക്ക് വന്ന ദേഷ്യത്തിന് ഈ നഗരത്തിലുള്ള എല്ലാവരെയും ഞാനും ദ്രോഹിച്ചു. ഇങ്ങനെ ഒരു തെറ്റ് ഞാനും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. You are under arrest. ഇത്രയും കൈകൾക്ക് ഇതൊന്നും മതിയാവില്ല എന്നാ തോന്നണേ. ശരി, കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ജയിലിലേക്ക് പോകാം. വരൂ, പോകാം.